കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ എം.കോം വിദ്യാർത്ഥികൾക്ക് 2023 സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള 9ാമത്തെ ക്വസ്റ്റ്യനാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലാസ്സുകളും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ 2022, 2021 അതേപോലെ 2020 എന്നീ വർഷങ്ങളിലെ സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് പ്രോബ്ലംസ് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ ക്ലാസ്സുകൾ ജസ്റ്റ് വാച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ദി ജോയിൻ പ്രോഡക്റ്റ് എ, ബി, സി and D are produced at a total joint production cost rupees 1,20,000. 1,20,000. Quantities produced: A 20,000 units, B 15,000 units, C 10,000 units and D 15,000 units. Product A sells for rupees 16, B rupees 4, C for rupees 8 and D for rupees 4. These figures are at the split off point required to show the apportionment of joint cost by using sales price per unit method. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് മെത്തേഡ് പ്രകാരമാണ് ഇതിന് അപ്പോർഷൻമെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ ജോയിൻറ്റ് കോസ്റ്റ് അപ്പോർഷൻമെൻറ്റ് എന്ന് പറയുന്ന പാർട്ടിലെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പാരഗ്രാഫ് ലെവൽ ചോദിച്ചിരിക്കും. അപ്പോൾ ആ ഒരു ലെവൽ ക്വസ്റ്റ്യൻ എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓരോ മെത്തേഡുകളും ജസ്റ്റ് പഠിച്ച് മാത്രം എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമുക്കിത് വർക്കൗട്ട് ചെയ്യേണ്ടത് എന്താണ്? സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതായത് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് A 16 ആണ്, B 4 ആണ്, അതേപോലെ C 8 ആണ് ആൻഡ് D എന്താണ് 4 ആണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ടേബിൾ കൊടുക്കുക. അതായത് ഒന്നാമത്തെ കോളത്തിൽ പ്രൊഡക്റ്റ്, രണ്ടാമത്തെ കോളം സെല്ലിംഗ് പ്രൈസ്, മൂന്നാമത്തതിൽ പ്രൊപ്പോർഷൻ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് കോളം അപ്പോർഷൻഡ് ജോയിൻറ്റ് കോസ്റ്റ് എന്നാണ്. അപ്പോൾ അത്തരത്തിൽ കോളം വരയ്ക്കുക. ഇവിടെ A, B, C, D ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത്. സെല്ലിംഗ് പ്രൈസ് ക്വസ്റ്റനിൽ തന്നത് 16, 4, 8, 4. അതിൻ്റെ ടോട്ടൽ ചെയ്ത് വെക്കുക. ടോട്ടൽ കിട്ടുന്നത് ഇവിടെ എത്രയാണ്? 32 ആണ് ടോട്ടൽ കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ പ്രൊപ്പോർഷൻ കാണണം. പ്രൊപ്പോർഷൻ കാണുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ എൻ്റേത് പ്രൊപ്പോർഷൻ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? 16 ഡിവൈഡഡ് ബൈ 32 കാണണം. 16 ഡിവൈഡ് ബൈ 32 കണ്ടാൽ നമുക്ക് 0.5 എന്ന് കിട്ടും. രണ്ടാമത്തതിലോ 4 ഡിവൈഡഡ് ബൈ 32 കാണണം. ഓക്കെ, 4 ഡിവൈഡ് ബൈ 32 കണ്ടാൽ നമുക്ക് ഇവിടെ കിട്ടും. ഇത്തരത്തിൽ ഓരോന്നിൻ്റെയും പ്രൊപ്പോർഷൻ കണ്ടെത്തുന്നു. അപ്പോൾ 0.5, 0.125, 0.25, 0.125 ഇങ്ങനെ വരും. ഇനി നമ്മൾ അപ്പോർഷൻഡ് ജോയിൻറ്റ് കോസ്റ്റ്. ഇനി ഇതിന് അപ്പോർഷൻ നടത്താൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന കോസ്റ്റിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ പ്രൊപ്പോർഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തന്നിരിക്കുന്ന കോസ്റ്റ് എത്രയാണ്? 1,20,000 ആയിരുന്നു നമ്മുടെ കോസ്റ്റ്. ഓക്കെ, 1,20,000 ആണ് കോസ്റ്റ്. അപ്പോൾ ഒന്നാമത്തതിൻ്റെ അപ്പോർഷൻഡ് കോസ്റ്റ് കാണാൻ 1,20,000 ഇൻറ്റു എന്ത് കാണണം? 0.5 എന്ന് കാണണം. 0.5 എന്ന് കാണുന്നു. ഓക്കെ, 0.5 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഒന്നാമത്തതിൻ്റെ അപ്പോർഷൻഡ് കോസ്റ്റ് കിട്ടും. ഇതേപോലെ രണ്ടാമത്തതിൻ്റെ 1,20,000 ഇൻറ്റു 0.125 15,000. മൂന്നാമത്തതിൻ്റെ 1,20,000 ഇൻറ്റു 0.25 30,000. നാലാമത്തതിൻ്റെ 1,20,000 ഇൻറ്റു 0.125 15,000. ടോട്ടൽ എത്രയാണ്? ഇവിടെ 1,20,000 ആണ്. ഇതേ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഒരു പ്രൊപ്പോർഷനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി ചിലപ്പോൾ നിങ്ങളോട് പറയാം സെയിൽസ് വാല്യൂ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ സെയിൽസ് വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ യൂണിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെയിൽസ് കണ്ടെത്തണം. ആ സെയിൽസിൻ്റെ പ്രൊപ്പോർഷനിൽ ഡിവൈഡ് ചെയ്യണം. എന്തായാലും ഈ രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഈ രീതി എന്നല്ല, ഇതിൽ നമ്മൾ അപ്പോർഷൻമെൻറ്റിൽ പഠിക്കുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ് ചോദിച്ചിരിക്കും. ഓക്കെ, ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു.